ഒരു ഹദീസിൽ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലിന്റെ ഒരു ഹദീസാണ് എത്തി അലന്നാസി സമാനുൻ, ഒരു കാലം വരും, ആ സമയം വരുമ്പോൾ ആളുകൾക്ക് അവർക്ക് പൈസ വന്നത് ഏത് കോലത്തിലാണെന്ന് അറിയില്ല. ഹറാമുള്ള മുതലാണോ ഹലാലുള്ള മുതലാണോ എന്റെ മുതൽ എന്നുള്ള അറിയാത്ത കോലത്തിൽ അത്രയും നോർമലൈസ്ഡ് ആണ്. നമ്മളെ ഇപ്പത്തെ ഒരു കാലഘട്ടം നോക്കി കഴിഞ്ഞാലും അത്രയും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പോലും ആളുകൾക്ക് അറിയില്ല അത് ഹറാമാണോ, ഇന്റെ നമ്മളെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയി വരുന്ന ഇൻട്രസ്റ്റ് പൈസ മാറ്റിയെടുത്തിട്ട് അത് എങ്ങനെയാലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഒന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഇസ്ലാമിക് ബാങ്കിങ്, ഇസ്ലാമിക് ഫിനാൻസ്, ഈ ഒരു അദബ് ഉണ്ടാവുക. ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മുആമലാത്തുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. അപ്പൊ ആ നിലക്കാണ് നമ്മുടെ ഈ ചർച്ച പോലും അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു വിശ്വാസിക്ക് ബേസിക്കലി, ഒരു വിശ്വാസമാണെങ്കിൽ അവൻ എന്താണ് ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? അപ്പൊ അതിലൊന്ന് ബേസിസ് ആയിട്ട് വരുന്നതാണ് റിബ. പിന്നെ അതുപോലെ തന്നെ വേറെ തന്നെ ഏരിയാസ് ഉണ്ടല്ലോ. അപ്പൊ അത് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ മൈസർ, ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആ പോയിന്റിലേക്ക് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇതിന്റെ സോഷ്യൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള വിഷയത്തിൽ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടി പ്രകടമാവും. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ആ ക്യാഷിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പലിശക്കും ഒരു പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടും. ഇവിടെ ഒരുപാട് പേര് അതാണ് സേഫായിട്ട് കാണുന്നത്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് റിസ്ക് ഉണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല. ബിസിനസ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ കാരണം അത് കുറേ എഫേർട്ട് ഉണ്ടാവണം, അതിൽ കുറേ കാര്യങ്ങൾ ശരിയായിട്ട് വരണം. അതൊരു റിസൾട്ടിലേക്ക് വരണമെങ്കിൽ സെർട്ടൺ എഫേർട്ടുകൾ ഉണ്ടാവണം. മറ്റേത് അങ്ങനെയല്ല. മറ്റേങ്ങളൊന്നും അറിയണ്ട, നിങ്ങളിട്ട. അപ്പോൾ സംഭവിക്കുന്ന ആലോചിക്കുകയെ, ഇപ്പോൾ കീൻസ് പോലെയുള്ള എക്കണോമിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു എക്കോണമി വളരെ പ്രോസ്പെരിറ്റിയിലേക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ ബാങ്കുകൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 0% വരുമ്പോഴാണ്. അതായത് ലെൻഡ് ചെയ്യുന്ന പൈസ അല്ല, ബാങ്കുകൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് പുറത്ത് ബാങ്കുകൾ നിങ്ങൾക്ക് പലിശ തരൂലേ, ആ പലിശ 0% വന്നാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ എക്കോണമി വളരെ പ്രോസ്പെരിറ്റി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുക, കാരണം ആരും ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ബിസിനസ് ചെയ്യണം. അപ്പോൾ എക്കോണമി ഒന്നുകൂടി എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ശരിക്ക് കുറേ ബിസിനസ്സുകൾ ഉണ്ടാവും. മറ്റേതിപ്പോൾ എല്ലാവരും കൂടി ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടെന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ അങ്ങനെ കാര്യപ്പെട്ട ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ വിനിമയം നടക്കൂല, ഈ പൈസ വിനിമയം നടക്കൂല, കച്ചവടക്കാരുടെ എണ്ണം കുറയും. അപ്പോൾ അതുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് റസൂൽ പറയണത് അത്താജിറുൽ അമീൻ മാൻ നബിയീൻ വസിദ്ദീഖ് എന്നൊക്കെ പറയണത്. അത് ഭയങ്കര ഈ തിജാറ എന്ന് പറയുന്നത്, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ കാണാം. അതെ. അപ്പോൾ ഇത് ഞാൻ പറയണത് ഇത് ജസ്റ്റ് ഒരു ഫിഖ്ഹി നിയമം മാത്രമല്ല, അതിനൊരു എന്താ പറയുക സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് ശരിക്കുന്നുണ്ട്, അതിനുണ്ട്. അത് ആളുകളുടെ ഇടപഴക്കങ്ങളിലുണ്ട്. നമ്മൾ ആളുകൾ കടം കൊടുക്കൂല, വേറെ ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ഒരു ഭാഗത്ത് പെട്ടെന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യും, നമ്മൾ കടം കൊടുക്കുമോ? ആ മനോഭാവം ഉണ്ടാവും. നിങ്ങൾ കടം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളുടെ ഒരു എന്താ പറയുക വിശ്വാസം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പലിശ എന്ന് പറയുന്ന സംഗതിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുന്ന ആൾക്കാരാവില്ല പലപ്പോഴും. എല്ലാത്തിനും കൊടുക്കുന്നൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ. പക്ഷെ അതൊരു വലിയ ഘടകമാണ് ആളുകളെ ഒരു പ്രയാസമയത്ത് അതുകൊണ്ടാണ് ഈ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ട് ശരിക്കും. അപ്പോൾ പലിശ എന്ന് പറയുന്നത് വളരെ കേവലമായ ഒരു ഫിഖ്ഹി ഒരു ചർച്ച മാത്രമല്ല, ശരിക്കും അതിൻ്റെ മൊത്തം മനുഷ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ സെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒക്കെ വലിയ ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ ചെയ്യുന്നത്. അതേക്കുറിച്ചിട്ട് ഖുർആൻ റസൂലൊക്കെ അതേക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞ നേരത്തെ ഇസ്ലാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായതല്ലേ, അതിലേക്ക് ഒന്ന് നോക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിസിൽ ബാക്കി വരുന്നത്? ബേസിസിൽ പിന്നീട് നമ്മൾ ബേസിസ് എന്ന് പറയുമ്പോൾ പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വഞ്ചന പാടില്ല എന്നുള്ളതാണ്. ആളുകളെ വഞ്ചന എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ വഞ്ചന പാടില്ല എന്നുള്ളതിന് പൂഴ്ത്തിവെപ്പ് പാടില്ല, വഞ്ചന പാടില്ല, അമിത ലാഭം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ചൂതാട്ടം പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ വലിയ അൺസർട്ടനിറ്റി ഉള്ള കാര്യങ്ങളാവരുത്.
അതേസമയം ഇതിന് ഈ പറയുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, സ്പെക്കുലേഷൻ പാടില്ല, ഗറർ പാടില്ല എന്ന് പറയും ഒരു ഉദാഹരണമായിട്ട്. പക്ഷെ വളരെ സൂക്ഷിച്ച് പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത്. അതെവിടെയാണ് ഇസ്ലാം ഗറർ പാടില്ല എന്ന് പറയുന്നത്? ബേസിക്കലി എല്ലാത്തിലും എന്തുണ്ട്, എല്ലാ ബിസിനസ്സിലും കൈൻഡ് ഓഫ് സ്പെക്കുലേഷൻ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്പെക്കുലേഷൻ ഉണ്ട്. എന്താണ്, നിങ്ങളുടെ കച്ചവടം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഇത്ര മറിച്ച് ഇത് ഇത്ര റേറ്റ് കൂടാൻ സാധ്യത ഉണ്ട്, ഇവിടെ ഹൈവേ വരും, ചിലപ്പോൾ ഇത് ടൗൺഷിപ്പായി മാറാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ എല്ലാ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ, ആ നിലക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്പെക്കുലേറ്റീവ് മൈൻഡ് നമുക്കുണ്ട് ബിസിനസ്സിൽ. അപ്പോൾ എല്ലാ സ്പെക്കുലേഷനും ബേസിക്കലി എന്തല്ല, ഹറാമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചില ടെർമിനോളജികൾ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗറർ പാടില്ല എന്ന് പറയുന്ന അതേ സംഗതി വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഹറാമാക്കി കളയും. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും അതിലും ഒരു കാരണമായിട്ട് പറയണത് അത് ഗററാണ്. ശരിക്കും ഗറർ എന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ആ ഗറർ കൊണ്ട് തടഞ്ഞു നിൽക്കേണ്ടതല്ല എന്ത്, ആ വിഷയത്തിൻ്റെ മറ്റേ ശരിയും തെറ്റൊക്കെ. അതിനേക്കാൾ വലിയ കോസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗററിൻ്റെ ലെവൽ എന്താണ്, അത് ഒരുപാട് കൂടുതലാണോ കുറവാണോ എവിടെയാണുള്ളത്, അത് മൊത്തം ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അത് മൊത്തത്തിൽ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഗററുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഫിഖ്ഹി കിതാബുകളൊക്കെ പറയുന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മാ ജഹല ആക്കിബത്തുഹു, ഒരു കാര്യത്തിൻ്റെ ആക്കിബത്ത് എന്താവും എന്നുള്ളത് കൃത്യമല്ല, അതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നതിനെ പറ്റി എന്ത് പറയുന്നത്, നമ്മൾ എൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ്. റിസൾട്ട് ഓക്കെ എന്നതാണ് എന്ത് ശരിക്ക് ഗറർ എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അത് കൃത്യമാണ് പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായി അൺസർട്ടൻ ആണ്, എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബിസിനസ്സിൽ ഒക്കെ അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ അതിൻ്റെ എങ്ങനെ വാല്യൂ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൽ ഏത് കോമ്പണൻ്റായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ വേറെ തന്നെ. അപ്പോൾ ഗററുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോള്യങ്ങളുണ്ട് കിതാബുകളുടെ. അപ്പോൾ നമ്മളതിനെ അങ്ങനെ തന്നെ വേറെ തന്നെ പഠിക്കേണ്ടുന്ന ഒരു കാര്യം ശരിക്കും. പിന്നെ ഈ ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതും ഇതേപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് പറയേണ്ടുന്ന ടെർമിനോളജി തന്നെയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ മൈസിർ എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഗാംബ്ലിങ് എന്താ ശരിക്കും. ഗാംബ്ലിങ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ നമുക്ക് പല സിസ്റ്റത്തിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ലോട്ടറി സിസ്റ്റം അങ്ങനെയാണെന്ന് പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുമായി അതേസമയം അത് വലിയൊരു അളവിൽ വലിയൊരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതേ സ്ട്രക്ചർ വേറെ സ്വഭാവത്തിൽ ഇസ്ലാമിക് ബാങ്കുകൾ ഉൾപ്പെടെ പലയിടത്തും ഈ സ്വഭാവത്തിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മറ്റേ എന്താ പറയുക, നമ്മളുടെ നറുക്കെടുപ്പെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ പരിധിയിൽ പെടുത്താൻ കഴിയില്ല. അപ്പോൾ അതാണ് അത് എങ്ങനെ പെടുന്നില്ല, മറ്റേതെങ്ങനെ വ്യത്യസ്തമാവുന്നു എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായില്ല.